कुंज बिहारी जय गोपी वल्लभा गिरिवरधारी यशोदानंदन व्रज जनरंजन यमुना तीरावनचारी जय राधा माधवा कुंज बिहारी जय राधा माधवा कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय प्रभुपादा जय प्रभुपादा श्रील प्रभुपादा जय गुरुदेवा जय गुरुदेवा गुरुदेवा जय गुरुदेवा। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपः कदा मह्यं ददाति स्वपदान्तिकम्। वन्देऽहं श्रीगुरो श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितांश्च। हे कृष्ण करुणा सिंधो दीनबंधो जगत्पदे गोपेश गोपिका कांदा राधा कांद नमोस्तुते। तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा 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 हरे 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 राम 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 हरे हरे। मूकं करोति वाचालं पंगुं लंघायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्य ईश्वरं। हरि ओम तत्सत्। हरे कृष्ണ. വിഭൂതി യോഗം എന്ന ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപത്തിന്റെ 10ാം അധ്യായത്തിന്റെ പഠനവേദിയിലേക്ക് എല്ലാ ഭക്തജനങ്ങൾക്കും ഹാർദവമായ സ്വാഗതം. ഭഗവാന്റെ വിവിധ വിഭൂതികളെ കുറിച്ചിട്ടാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. 32ാമത്തെ ശ്ലോകമാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്തു നിർത്തിയത്. ശ്ലോകം 33 മുതൽ നമുക്ക് വായിച്ചു തുടങ്ങാം. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമസികസ്യ ച അഹമേവാക്ഷയകാലോ ദാദാഹം വിശദോ മുഖഃ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമസികസ്യ ച അഹമേവാക്ഷയകാലോ ദാദാഹം വിശദോ മുഖഃ. അക്ഷരാണാം അകാരോസ്മി ദ്വന്ദ്വസാമസികസ്യ ച അഹമേവാക്ഷയകാലോ ദാദാഹം വിശദോ മുഖഃ. हरे कृष्णा.
ഓം നമോ ഭഗവതേ വാസുദേവായ. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹമേവാക്ഷയാ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ യ അഹമേവാക്ഷയാ കാലോ ധാതാഹം വിശ്വതോ മുഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അക്ഷരാണോമകാരോസ്മി അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹം ഏവാക്ഷയാ കാലോ ദാതാഹം വിശ്വതോ മുഖ. ഹരേ കൃഷ്ണ. അക്ഷരാണാമകാരോസ്മി ദ്വന്ദ്വസമാസികസ്യ ച അഹമേവാക്ഷയാ കാലോ ദാതാഹം വിശ്വതോ മുഖഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാവർത്തനം ഭാവാർത്ഥം. അക്ഷരാണാം ലിപികളിൽ അകാരഹ അകാരവും സാമസികസ്യ സമാസങ്ങളിൽ വെച്ച് ദ്വന്ദ്വഹ ദ്വന്ദ്വസമാസവും അക്ഷയമായ കാലഹ കാലവും വിശ്വതോമുഖ സൃഷ്ടികർത്താക്കളിൽ ദാത ബ്രഹ്മാവും അഹം ഏവ ഞാൻ തന്നെയാണ്. ലിപികളിൽ അകാരവും സമാസങ്ങളിൽ വെച്ച് ദ്വന്ദ്വസമാസവും അക്ഷയമായ കാലവും സൃഷ്ടികർത്താക്കളിൽ ബ്രഹ്മാവും ഞാൻ തന്നെയാണ്. അപ്പൊ അകാരം, ഇപ്പോ ദേവനാഗരി ലിപി അല്ലെങ്കിൽ സംസ്കൃത ഭാഷ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് ആ ചേരാത്ത ശബ്ദം വളരെ കുറവേ നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. വൈദിക സാഹിത്യം തുടങ്ങുന്നത് തന്നെ അകാരത്തിലാണ്. ക പ്ലസ് അ ക അല്ലെങ്കിൽ പ പ്ലസ് അ പ. അപ്പോ അകാരം ഒരുവിധം എല്ലാ വാക്കുകളിലും അകാരം ചേർന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ആ അകാരത്തിന്റെ സാന്നിധ്യം ഞാനാണ് എന്ന്. പിന്നെ പറയുന്നത് എന്താ? ദ്വന്ദ്വസമാസങ്ങൾ. ഇപ്പോ നമുക്കറിയാം, ഇപ്പൊ രാമകൃഷ്ണൻ, രാമ പ്ലസ് കൃഷ്ണ രാമകൃഷ്ണൻ. ഇപ്പൊ രണ്ട് വേർഡ് ചേരുന്നതാണ് ഒരു വേർഡാകുന്നത്. അല്ലെങ്കിൽ രാധാകൃഷ്ണൻ, രാധ പ്ലസ് കൃഷ്ണൻ രാധാകൃഷ്ണൻ. അപ്പൊ അതിന് കോമ്പൗണ്ട് വേർഡ് അല്ലെങ്കിൽ സമാസപദം എന്ന് പറയും. സംസ്കൃതത്തിൽ 6 തരത്തിലുള്ള സമാസങ്ങളുണ്ട്. എനിക്കത് ഓർമ്മ വരുന്നില്ല, പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അതില് ദ്വന്ദ്വ സമാസങ്ങൾ, അത് ഭഗവാന്റെ സാന്നിധ്യം തന്നെയാണ് അവിടെയും കാണുന്നത്. പിന്നെ അക്ഷയ കാല, അക്ഷയമായ കാലം. ഇപ്പോ എല്ലാ കൊലയാളികളിലും പ്രഭുവാർ പറയുന്നുണ്ട് പ്രാധാന്യം കാലത്തിനാണ്. കാരണം അത് എല്ലാത്തിനെയും ഹനിക്കുന്നുണ്ട്. കാലക്രമേണ നമുക്കറിയാം, ഈ കലിയുഗം കഴിയുന്ന സമയത്ത് അഗ്നിപ്രളയം ഉണ്ടാകും, എല്ലാം അവസാനിക്കുകയും ചെയ്യും. നമുക്കിപ്പോ ഒരു ചെറിയ ഒരു വീടിന് തീ പിടിച്ചാൽ തന്നെ നമുക്കറിയാം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ഈ 10ാമത്തെ സ്കന്ധത്തില് ഈ ദാവാനല്, ഈ കാട്ടുതീ ഉണ്ടായതിനെ പറ്റി നമ്മള് പഠിച്ചിട്ടുണ്ട് അല്ലെ. പശുക്കിടാങ്ങളും എല്ലാം പുല്ല് മേഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു മുളങ്കൂട്ടിനകത്ത് പോയതാണ്. ആ സമയത്താണ് ഈ മുളകൾ കൂട്ടിയെറിഞ്ഞിട്ട് കാട്ടുതീ പടരുന്നത്. അവസാനം ഭഗവാൻ തന്നെ വേണ്ടി വന്നു അവരെ കാട്ടുതീനെ വിഴുങ്ങിട്ട് അവരെ രക്ഷിക്കാനായിട്ട്. അപ്പോ ഈ നമ്മുടെ യുഗങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അഗ്നിപ്രളയം, അത് ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. കാരണം അതാത് സമയങ്ങളുടെ അതാത് യുഗങ്ങൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് പിന്നെ പറയുന്നത് എന്താണ്? സൃഷ്ടികർത്താക്കളുടെ ബ്രഹ്മാവ്, ദാത എന്ന് പറഞ്ഞ ബ്രഹ്മാവ്. ഇപ്പൊ സൃഷ്ടി നടത്തുക എന്ന് പറയുന്നത് ഒരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പൊ മനുഷ്യശക്തിയുടെ ഏറ്റവും നൂതനമായും
അല്ലെങ്കിൽ സാങ്കേതികമോ ആയിട്ടുള്ള ഏതൊരു സംവിധാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഒരു സൃഷ്ടികർമ്മം നടത്താനായിട്ട് അവയ്ക്ക് ആർക്കും തന്നെ സാധിക്കില്ല. ചിലപ്പോ മനുഷ്യന് ചിലപ്പോ വലിയ വലിയ ഇൻഡസ്ട്രിയൽ മെഷീൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കുമായിരിക്കും. പക്ഷെ ഈ ഭൗതിക ലോകത്തില് അവൈലബിൾ ആയിട്ടുള്ള ഈ ധാതുക്കൾ വെച്ചിട്ട് നമുക്ക് ഒരു ജീവജാലത്തിനെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല. പക്ഷെ ബ്രഹ്മാവ് ചെയ്തത് എന്താണ്? ഈ പ്രകൃതിയിലുണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തിട്ട് അതുകൊണ്ടാണ് ഈ സൃഷ്ടി നടത്തുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സൃഷ്ടികർത്താക്കളുടെ വെച്ചിട്ട് ബ്രഹ്മാവ് ഭഗവാന്റെ തന്നെ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. ശ്ലോകം 34. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിക്ഷമാ. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിക്ഷമാ. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിക്ഷമാ. ഓം നമോ ഭഗവതേ വാസുദേവായ. മൃത്യു സർവഹരശ്ചാഹം ഉദ്ഭവശ്ച ഭവിഷ്യതാം കീർത്തി ശ്രീവാക്ച നാരായണീ സ്മൃതിർമേധ ധൃതിക്ഷമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൃത്യുർസർവഹരശ്ചാഹം ഉത്ഭവശ്ച ഭവിഷ്യതാം കീർത്തിശീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതി ക്ഷമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മൃത്യുൽ സർവഹരച്ചാഹം ഉദ്ഭവച്ച ഭവിഷ്യതാം കീർത്തിം ശീർവാക്ച നാരീണാം സ്മൃതിർമേധാ ധൃതിം ക്ഷമാ. ഹരേ കൃഷ്ണ. ഭഗവതേ വാസുദേവായ. മൃത്യു സർവഹരച്ചാഹം ഉദ്ഭവച്ച ഭവിഷ്യതാം കീർത്തിം ശ്രീവാക്ച നാരീണാം സമർത്ഥിർമേധ ധൃതിക്ഷമാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവായിട്ട് വിവർത്തനം ഭാവാർത്ഥം. സർവരഹ സർവസംഹാരിയായ മൃത്യു മരണവും ഭവിഷ്യതാം ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവരുടെ ഉദ്ഭവഹാച്ച ഉദ്ഭവസ്ഥാനവും നാരീണാം സ്ത്രീകളിൽ കീർത്തി യശസ് ശ്രീ ഭാഗ്യം വാക്ച സുന്ദര ഭാഷണവും സ്മൃതി ഓർമ്മശക്തിയും മേധ മറക്കാത്ത ബുദ്ധിയും ധൃതി ധൈര്യവും ക്ഷമാച്ച ക്ഷമയും അഹം അസ്മി ഞാനാകുന്നു. സർവസംഹാരിയായ മരണവും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നവരുടെ ഉദ്ഭവസ്ഥാനവും സ്ത്രീകളിൽ യശസ് ഭാഗ്യം സുന്ദര സംഭാഷണം ഓർമ്മശക്തി മറക്കാത്ത ബുദ്ധി ധൈര്യം ക്ഷമ ഇവയെല്ലാം ഞാനാകുന്നു. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? മൃത്യുവിനെ പറ്റിയിട്ടാണ്. ജനിച്ചതിന് ശേഷം മനുഷ്യൻ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും വാസ്തവത്തില് നമ്മളുടെ ആയുസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതില് പറയുന്നുണ്ട്, മഹാഭാരതത്തില് പറയുന്നുണ്ട്, ആയുർഹരതി വൈപുംസാം ബുദ്ധിന്നസ്തം എന്ന സൗ തസ്യർത്ഥേ ശൃണോനീത ഉത്തമ ശ്ലോക വാർത്തയാ. ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ അത് കഴിഞ്ഞ് അസ്തമിക്കുമ്പോൾ നമ്മളുടെ ആയുസ്സിന്റെ ആയുർഹരതി ആയുസ് കൂടില്ല ചെയ്യുന്നത്, ആയുസ് കുറഞ്ഞു വരിക ചെയ്യുന്നു. അപ്പോ അവസാനം എന്ത് പറ്റും? നമ്മള് മരണശയ്യയിലാകും. അങ്ങനെ മരണം വന്ന് നമ്മളെ കീഴടക്കും. ഭഗവത്ഗീത നമ്മൾ 2-ാം അധ്യായത്തിൽ പഠിച്ചിരുന്നു. ജാതസ്യ ധ്രുവ മൃത്യുഹോ ധ്രുവം ജന്മ മൃതസ്യച എന്ന് പഠിച്ചിരുന്നു. അതായത് ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം ഉറപ്പാണ്. മരണശേഷം വീണ്ടും ജനനം ഉണ്ടാകും. അപ്പൊ ഈ ജനനം, ഈ
ഈ വളർച്ച, സ്ഥിതി, പ്രത്യുത്പാദനം, ക്ഷയം, പിന്നെ മരണം. ഇത് 6 കാര്യങ്ങള് നമ്മളുടെ ഏതൊരു ജീവജാലങ്ങൾക്കുമുള്ള പ്രോസസ്സാണ് അത്. അതിൻ്റെ ആ സമയദൈർഘ്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഈയാമ്പാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയിലത്തെ ആയുസ്സേ ഉള്ളൂ. മനുഷ്യനെ സംബന്ധിച്ച് ആവറേജ് 60-70 വയസ്സുണ്ടാകും. നായ്ക്കളൊക്കെ ആണെങ്കിൽ 14-15 വർഷം ഉണ്ടാകും. അപ്പോൾ ഓരോ ജീവജാലങ്ങൾക്കും ഈ പ്രോസസ്സ് എല്ലാം തന്നെ എല്ലാവർക്കും ഉള്ളത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ മരണത്തിനെ ഒരിക്കലും തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല. അത് മാത്രമല്ല, നമുക്ക് മരണത്തിനെ നിർണയിക്കാനും സാധിക്കില്ല. എപ്പം മരണം വരും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ മരണം വരും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ മുന്നിൽ നമ്മൾ മരണത്തിനെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളിത് ഒരിക്കലും അങ്ങനെ ഒരു തയ്യാറെടുപ്പ് നടത്തുന്നില്ല മരണത്തിന്. അതുകൊണ്ടാണ് ശ്രീരാ പ്രഭുപാദർ പറയുന്നത്, നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം, അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടതെല്ലാം തന്നെ ഭഗവാൻ നൽകുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും തന്നെ നടത്തേണ്ട ആവശ്യം ഇല്ല. പക്ഷെ നമ്മൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം. കാരണം മരിക്കുന്ന സമയത്ത് ഭഗവാൻ പറയുന്നത് എന്താണ്? അന്ധകാലേച്ച മാമേവ സ്മരൺ മുക്ത കളയവരാം. നിങ്ങൾ അവസാന നിമിഷം എന്നെ ഓർത്തുകൊണ്ട് മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഇതെല്ലാം മനസ്സിലാക്കുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് വസിക്കാനാണ് പലപ്പോഴും നമ്മുടെ ആയുസ് മുഴുവൻ നമ്മൾ ചെലവഴിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജ പറയുന്നുണ്ട്, അഹനി അഹനി ഭൂതാനി ഗച്ഛന്തി യമാലയം ശേഷം സ്ഥാവരം ചിന്തിക്കും ആശ്ചര്യമതപരം. ഇതിനും ആശ്ചര്യകരമായിട്ടുള്ളൊരു വസ്തു വേറെ എന്താണുള്ളത്? നമ്മൾ മുന്നിൽ നമ്മൾ കാണുകയാണ് ദിവസവും ആയിരക്കണക്കിന് 10,000-കണക്കിന് ജീവജാലങ്ങൾ യമരാജ്യത്തേക്ക് പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ തന്നെ സ്ഥിരമായിട്ട് വസിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരു അസുഖം വരുമ്പോഴത്തേക്കും ഉടനെ ഹൈടെക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അവിടെ ഡോക്ടർമാര് അവരുടെ കഴിവിന് പരമാവധി പരിശ്രമിക്കും. പക്ഷെ അവസാനം പറയുന്നതൊന്നും നമ്മുടെ കയ്യിലല്ല, ഇതെല്ലാം ഈശ്വരന്റെ കയ്യിലാണെന്ന് അവർ തന്നെ വിധി എഴുതും. അപ്പൊ അവർക്ക് പോലും ആ മരണത്തിനെ തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല. അവർക്ക് പോലും അറിയാം മരണം വരും എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി തയ്യാറെടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ വയസ്സുകാലം വളരെ ഭയാനകമായിരിക്കും. ഏതുപോലെ ഇപ്പോ ഒരു പൂച്ച ഒരു എലിയെ കടിച്ചെടുത്ത് കൊണ്ടുപോകുമ്പോഴെങ്ങനെയാണ്? ആ എലിക്ക് മരണവെപ്രാളമാണ്, തന്നെ ഈ പൂച്ച പിടിച്ച് തിന്നും എന്നുള്ള ആ ഒരു ഭയത്തോടു കൂട്ടാണ് ഈ എലി അങ്ങനെ പൂച്ചയുടെ വായ കിടന്ന് പടയുന്നത്. അതേസമയം അതേ വായ കൊണ്ട് തന്നെയാണ് ഈ ഒരു പൂച്ചക്കുട്ടി എടുത്തു കൊണ്ടുപോകുന്നത്. പക്ഷെ പൂച്ചക്കുട്ടിക്ക് ഒട്ടും തന്നെ ഭയമില്ല, കാരണം അതിനറിയാം അത് അമ്മയുടെ വായയിലാണ്, അതിപ്പം സുരക്ഷിതമാണ് എന്നുള്ളത് ആ പൂച്ചക്കുട്ടിക്ക് അറിയാം. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഭഗവാനെ സ്മരിക്കുക, സദാസമയം ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, അതെല്ലാം ചെയ്യുമ്പോൾ എപ്പോഴും ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ മരണസമയത്ത് പോലും നമുക്ക് അങ്ങനെ ഒരു പ്രയാസം നേരിടേണ്ടി വരില്ല. പക്ഷെ ആ മരണത്തിനെ നമുക്ക് തടുത്തു നിർത്താനായിട്ട് സാധിക്കില്ല, എല്ലാത്തിനെയും ഹരിച്ചു കളയും എന്നുള്ളതാണ് ഭഗവാൻ ഈ ശ്ലോകത്തില് പറയുന്നത്. പിന്നെ ഭഗവാന്റെ 7 വിഭൂതികളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. യശസ്, ഭാഗ്യം, പിന്നെ നല്ല സുന്ദര സംഭാഷണം, ഓർമ്മശക്തി, ബുദ്ധി, ധൈര്യം, ക്ഷമ. ഇവയില് ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ ഉള്ളവരൊക്കെ കീർത്തിമാന്മാരാകും. അതിപ്പോ നല്ല നീതിനിഷ്ഠനാണെന്ന് പേരെടുത്തവര് കീർത്തിമാനാകും. അല്ലെങ്കിൽ ഒരു പഠിച്ചൊരു വിഷയം ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കഴിവുള്ളവർ അവരും കീർത്തിവാനാകും. സ്മൃതി, പിന്നെ ഗ്രന്ഥങ്ങൾ വായിച്ച് ഗ്രഹിച്ച് അത് വേണ്ട സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാനുള്ള കഴിവ്, അതിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. പിന്നെ ചാബല്യത്തിന് വഴങ്ങാതിരിക്കലാണ് സ്ഥൈര്യം.
പിന്നെ ദുഃഖത്തിലും ആനന്ദത്തിലും സമചിത്ത പുലർത്താനുള്ള കഴിവാണ് ക്ഷമ. അപ്പോ പലർക്കും ഇതെല്ലാം ഉണ്ടാകും, പക്ഷെ ചിലവർക്ക് അധികമായിട്ട് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. അവരൊക്കെ കീർത്തിമാന്മാരാകുകയും ചെയ്യും. ഭഗവത്ഗീതയിലെ 13-ാമത്തെ അധ്യായത്തില് അറിവിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അമാനിത്വം, അതംഭിത്വം, അഹിംസ, ക്ഷാന്തിരാർജവം. അത് 5 ശ്ലോകങ്ങൾ 8 മുതൽ 12 വരെയുള്ള 5 ശ്ലോകങ്ങളില് വളരെ വിശദമായിട്ട് ഭഗവാൻ എല്ലാ ഗുണങ്ങളെ പറ്റിയും പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്നത് എന്താണ്? ഏതജ്ഞാനം ഇത് പ്രോക്തം അജ്ഞാനം യഥധന്യത എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ ഈ പറഞ്ഞതൊക്കെയാണ് വാസ്തവത്തിൽ അറിവ്, അതിനപ്പുറമുള്ളതെല്ലാം അജ്ഞാനമാണ് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ വരുന്നത് ഭഗവാനിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത് ഇതെല്ലാം ഉള്ളവര് അവരെല്ലാവരും തന്നെ എന്നെ പ്രതിനിധീകരിക്കുന്നവരാണ് എന്ന് ഭഗവാൻ പറയുന്നു. അതുകൊണ്ടാണ്. ശ്ലോകം 35. ബൃഹസ്സാമ സദാ സാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ബൃഹത്സാമത്തദാ സാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ബൃഹത്സാമ തദാ സാംനാം ഗായത്രി ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹത്സാമ തദാ സാംനാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകര. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. മൃഗസാമാം തദാസ്മാനാം ഗായത്രീം ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ബൃഹത്സാമ തഥാ സാമ്യാം ഗായത്രി ഛന്ദസമാഹം ആസാനം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹത്സാമ തദാ സാമ്നാം ഗായത്രീം ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബൃഹത്സാമ തദാ സ്വാമ്നാം ഗായത്രീ ഛന്ദസാമഹം മാസാനാം മാർഗശീർഷോഹം ഋതൂനാം കുസുമാകരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭാതവും പ്രാർത്ഥവും. തഥാ അപ്രകാരം തന്നെ സാംന സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ വെച്ച് മാർഗശീർഷവും ഋതുക്കളിൽ വെച്ച് കുസുമാകരഃ വസന്തവും അഹം അസ്മി ഞാനാകുന്നു. അപ്രകാരം തന്നെ സാമവേദ സൂക്തങ്ങളിൽ ബൃഹത്സാമവും ഛന്ദസ്സുകളിൽ വെച്ച് ഗായത്രി മന്ത്രവും മാസങ്ങളിൽ വെച്ച് മാർഗശീർഷവും ഋതുക്കളിൽ വെച്ച് വസന്തവും ഞാനാകുന്നു. നമ്മളൊക്കെ ഈ 4 വേദങ്ങൾ, സാമവേദം, അഥർവവേദം, ഋഗ്വേദം, യജുർവേദം, ഇങ്ങനെ 4 വേദങ്ങളെന്ന് മാത്രമേ നമ്മളൊക്കെ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഓരോ വേദങ്ങൾക്കകത്തും പിന്നെയും സബ് ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ അതിൽപ്പെട്ടതാണ് ഈ സാമവേദത്തിൽ വരുന്നതാണ് ബൃഹത്സാമം. നമ്മളൊന്നും അതെവിടെയും വായിച്ചിട്ടുള്ള അറിവ് നമുക്കില്ല. പക്ഷെ ശ്രീലപ്രഭാതിൽ അതിനെ വിസ്തരിക്കുന്നുണ്ട്. ബൃഹത്സാമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയുടെ മധ്യത്തില് ഈ ദേവതമാര് ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് ഈ ബൃഹത്സാമം ആ ഇതിലാണ് എന്താ പറയാ വൃത്തം അല്ലെങ്കിൽ താളം, അതിലാണ് അവര് ഭഗവാനെ പ്രകീർത്തിക്കുന്നത്. നമുക്കറിയാം ഈ ജഗന്നാഥ്പുരിയിലെല്ലാം നമ്മൾ രാത്രി 12 മണിക്ക് നട അടയ്ക്കും എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ വാസ്തവത്തിൽ ജഗന്നാഥ്പുരിയിൽ നട അടയ്ക്കുന്നില്ല. കാരണം ഈ 12 മണി തുടങ്ങി 3 മണി വരെയുള്ള സമയം അത് ദേവതമാർ വരുന്ന സമയമാണ്. അപ്പൊ അവര് വന്നിട്ട് ഭഗവാനെ, അവര് വരുന്ന എന്തിനാണ്? നമ്മളൊക്കെ പോകുന്നത്
നമ്മളുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ദേവതന്മാരതല്ല. ദേവതന്മാർ വരുന്നത് ഭഗവാനെ പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോ അവര് ഭഗവാനെ പ്രകീർത്തിക്കുന്നത് ഈ ബൃഹത്സാമവേദ സൂത്രങ്ങളിൽ കൂടിയാണ്. അപ്പോ അതാണ് ഭഗവാൻ ഏറ്റവും പ്രിയമായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭഗവാനോട് പറയുന്നത് സാമവേദ സൂത്രങ്ങളിൽ ബൃഹത്സാമം ആണ് എന്റെ പ്രാതിനിധ്യം വഹിക്കുന്നത് എന്ന് പറയും. പിന്നെ ഛന്ദസ്സുകളിൽ വെച്ചിട്ട് ഗായത്രി മന്ത്രം. ഇപ്പോ സംസ്കൃതം എന്ന് പറയുന്നത് അത് നമ്മുടെ ഈ മോഡേൺ പോയട്രി പോലെ അല്ല. മോഡേൺ പോയട്രിക്ക് പ്രത്യേകിച്ച് അങ്ങനെ താളവും വൃത്തവും ഒന്നുമില്ല. കുറച്ച് വാക്കുകൾ പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോയട്രി ആണെന്ന് അവർ അവകാശപ്പെടും. പക്ഷെ സംസ്കൃതത്തിൽ അങ്ങനെയല്ല. സംസ്കൃതത്തിൽ നമുക്ക് ഈ ഭഗവത്ഗീത ശ്ലോകങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പൊ ശ്രീലപ്രഭുവാരുടെ വിവർത്തനങ്ങൾ വായിക്കുമ്പോൾ ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളും ഉണ്ടായിരിക്കും. അത് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതൊരു ആചാര്യന്റെ സഹായത്തോട് തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാതെ നമ്മളോ ഒന്നാമത്തെ ശ്ലോകത്തില് ഈ വാക്കിന് നമ്മൾ ഇന്ന അർത്ഥമാണല്ലോ കണ്ടത്. അപ്പോ ആ അർത്ഥം വെച്ചിട്ട് നമ്മൾ പിന്നെ 10ാമത്തെ ശ്ലോകം നമ്മൾ ചിലപ്പോ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണോ ഭഗവത്ഗീതയിൽ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥം തന്നെ മാറിപ്പോകും. അത്രയും ബൃഹത്തായിട്ടുള്ളതാണ് ഈ സംസ്കൃത ഭാഷ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ആ താളം വൃത്തം അപ്പൊ അതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളുണ്ട്. അതിൽ വെച്ചിട്ട് ഈ ഗായത്രി മന്ത്രം അത് ആണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് തന്നെ ഈ ഗായത്രി മന്ത്രമുള്ള കോളിംഗ് ബെല്ലുണ്ടാവും. അല്ലാതെ ഇപ്പൊ യൂട്യൂബ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും ഇരുന്ന് ഗായത്രി മന്ത്രം ജപിക്കുന്നത് കാണാം. പക്ഷെ വാസ്തവത്തില് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് അതങ്ങനെ പബ്ലിക്കായിട്ട് ജപിക്കാനുള്ളതല്ല. അത് നമ്മളൊരു ഗുരുവിൽ നിന്നും സ്വീകരിക്കേണ്ടതാണ് ഗായത്രി മന്ത്രം. ഇപ്പൊ ഗുരു നമുക്ക് എപ്പോഴാണ് ഗായത്രി മന്ത്രം തരുന്നത്? നമ്മള് ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ അത്രത്തോളം പുരോഗമിച്ചോ എന്നുള്ളത് ഗുരുവിന് ബോധ്യപ്പെടണം. ഗുരുവിന് എങ്ങനെ അത് ബോധ്യപ്പെടും? അത് മുണ്ടകോപനിഷത്തിൽ പറയുന്നുണ്ട്, തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം. നമ്മളൊരു ഗുരുവിനെ സമീപിച്ചിട്ട് നമ്മൾ വളരെ ഇൻക്വിസിറ്റീവായിട്ട് നമുക്കത് അറിയണം എന്നുള്ള താല്പര്യത്തോടു കൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയണം. അത് മാത്രം പോരാ, സമിത് വാണി സ്ത്രോത്രിയം ബ്രഹ്മനിഷ്ഠം. നമ്മള് ഗുരുവിനെ സേവ ചെയ്യണം. വിറകെല്ലാം മുടിച്ചു കൊണ്ടുകൊടുത്ത് അഗ്നികുണ്ഡം ജലിപ്പിക്കാനായിട്ടുള്ള, അതുപോലെ തന്നെ യജ്ഞം ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ സേവ ചെയ്യണം. പിന്നെ നമ്മൾ ബ്രഹ്മനിഷ്ഠൻ ആയിട്ടുള്ള ഒരു ഗുരുവാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അദ്ദേഹം ആ ബ്രഹ്മത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന കാരണം അദ്ദേഹത്തിന് നമുക്ക് വേണ്ട ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ നിർദ്ദേശങ്ങൾ തരാനായിട്ട് ഒരു ഗുരുവിന് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു ശിഷ്യൻ ആത്മീയ കാര്യങ്ങളിലെ പുരോഗതി പ്രാപിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ശിഷ്യന് ആത്മീയ കാര്യങ്ങളിൽ വളരെ ഇൻക്വിസിറ്റീവാണ്, അല്ലെങ്കിൽ അത് അറിയാനായിട്ടുള്ള താല്പര്യം ഉണ്ട് എന്ന് ഗുരുവിന് ബോധ്യപ്പെടുമ്പോഴാണ് ഗുരു ശിഷ്യന് ഗായത്രി മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത്. അതും എങ്ങനെയാണ് ഉപദേശിച്ചു കൊടുക്കുന്നത്? അത് നമ്മളുടെ ചെവിയിലാണ് ഉപദേശിക്കുന്നത്, അല്ലാതെ നമ്മളെ മുമ്പിലിരുത്തിട്ട് നമുക്ക് പറഞ്ഞു തരില്ല. ഓരോ ശിഷ്യനും പ്രത്യേകം ചെവിയിൽ വന്നിട്ട് വളരെ രഹസ്യമായിട്ട് ഈ ഗായത്രി മന്ത്രം ഉപദേശിച്ചു തരും. അത് നമ്മൾ ജപിക്കേണ്ട ആ രീതിയും നമുക്ക് പറഞ്ഞു തരും. പിന്നെ ഗുരു നമ്മളെ നിരീക്ഷിക്കും, നമ്മൾ ശരിക്കും ചെയ്യുന്നുണ്ടെന്ന് നിരീക്ഷിക്കും. അങ്ങനെ ആധ്യാത്മിക വിഷയങ്ങളിൽ മുന്നേറാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ഈ ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട് പാടുള്ളൂ. കാരണം അത്രയും പ്രാധാന്യം അർഹിക്കുന്നതാണ് ഗായത്രി മന്ത്രം. ദിവസത്തിൽ 3 പ്രാവശ്യം, രാവിലെ 3 യാമങ്ങളിൽ, രാവിലെ, ഉച്ചയ്ക്ക്, അതുപോലെ തന്നെ സന്ധ്യാസമയത്ത്, ഈ 3 സന്ധികളിൽ നമ്മൾ ഈ ഗായത്രി മന്ത്രം ജപിക്കണം. അത് സത്വഗുണത്തിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഗായത്രി മന്ത്രം ഗുരു എപ്പോഴും തരികയുള്ളൂ. അല്ലാത്തവർക്ക് അത് ജപിക്കാനുള്ള യോഗ്യത ഇല്ല. അപ്പോൾ അത് നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കാരണം അത് ഭഗവാന്റെ തന്നെ ശബ്ദാവതാരമാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത്.
പിന്നെ പറയുന്നത് എന്താണ്? മാർഗശീർഷ. ഈ നവംബർ ഡിസംബർ മാസം വളരെ നല്ല കാലാവസ്ഥ. അതുകൊണ്ട് മാർഗശീർഷ മാസം എന്ന് പറയുന്നതും ഭഗവാന്റെ തന്നെ പ്രാതിനിധ്യമുള്ളതാണ്. പിന്നെ പറയുന്നത് എന്താണ്? കുസുമാകരഹ, ഋതുക്കളിൽ വെച്ചിട്ട് വസന്തകാലം, ഫെബ്രുവരി മാർച്ച് സമയത്ത്. ആ സമയത്ത് ചെടികളും അതുപോലെ തന്നെ പൂക്കളും എല്ലാം നന്നായിട്ട് വളരുന്ന സമയമാണ്. ഭഗവാന്റെ ഒരുപാട് ലീലകളെ സ്മരിപ്പിക്കുന്ന ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. സമൃദ്ധിയായിട്ട് നമുക്ക് പുഷ്പങ്ങൾ കിട്ടും. അപ്പോ അതും ഈ വസന്തകാലം എന്ന് പറയുന്നത് കാലങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ശ്ലോകം 36. ദ്യൂതം ചലയതാം അസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ദ്യൂതം ചലയതാം അസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ദ്യൂതം ചലയതാം അസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ. ദ്യൂതം ചലയതാസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോ അസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദ്യൂതം ചലയതാം അസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജിതം ചലയതാസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 36. ദ്യൂതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി സത്വം സത്വവദാമഹം. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീരാപ്പുര ആരാ വായിക്കാൻ വായിച്ചോളൂ. വായിക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ദ്രുതം ചലയതാമസ്മി തേജസ്വിനാമഹം ജയോസ്മി വ്യവസായോസ്മി തത്വം തത്വമവദാമഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരാപ്രഭാരുടെ പ്രവർത്തനം ഭാവാർത്ഥം. ചലയതാം, വഞ്ചകരുടെ, ദ്യൂതം ചൂതുകളിയും, തേജസ്വിനാം തേജസ്വികളുടെ, തേജഹ തേജസ്സും, അഹം അസ്മി ഞാനാണ്, ജയഹ ജയവും, വ്യവസായ ഉദ്യമശീലവും, സത്വവതാം ശക്തരുടെ സത്വം കരുത്തും, അഹം അസ്മി ഞാൻ തന്നെ. വഞ്ചകരുടെ ചൂതുകളിയും തേജസ്വികളുടെ തേജസ്സും ഞാനാണ്, ജയവും ഉദ്യമശീലവും ശക്തരുടെ കരുത്തും ഞാൻ തന്നെ. ഇപ്പോ വഞ്ചകരുടെ ചൂതുകളി, ചൂതുകളി എന്ന് പറയുന്നത് തന്നെ അത് വഞ്ചനയാണ്. ഇപ്പൊ ഒരാൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് വേറൊരാൾക്ക് നഷ്ടപ്പെട്ടിട്ടാണ് ഒരാൾക്ക് കിട്ടുന്നത്, അല്ലെ? അപ്പോ അതുകൊണ്ടാണ് നമ്മൾ ഈ 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ്, നിയമങ്ങളിൽ ഈ നോ ഗാംബ്ലിംഗ്, ചൂതുകളി പാടില്ല എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നത് എന്താണ്? വഞ്ചകരുടെ ചൂതുകളി ഞാനാണ് എന്ന് പറയുന്നത്. അപ്പോ ഒരാളിപ്പോ വേറൊരാളെ വഞ്ചിക്കുക എന്നുണ്ടെങ്കിൽ അവിടെ ഭഗവാന്റെ പ്രാതിനിധ്യം ഉണ്ട് എന്നാണോ അർത്ഥം? അല്ല. അപ്പൊ വഞ്ചകരെ വെച്ച് വഞ്ചകനാണ് ഭഗവാൻ. അങ്ങനെയുള്ള വഞ്ചകരെയും ഭഗവാൻ വഞ്ചിക്കാനായിട്ട് സാധിക്കും. ഇപ്പോ ഭഗവാൻ ഇപ്പൊ ഒരാളെ വഞ്ചിക്കണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ വഞ്ചനയെ കടന്നു നിൽക്കാനായിട്ട് ആർക്കും തന്നെ സാധിക്കില്ല.
പലരും ചിന്തിക്കും, ഇപ്പോ ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ 8-ാം അധ്യായത്തിൽ പറഞ്ഞിരുന്നല്ലോ, അന്തകാലേച്ച മാമേവ സ്മരൺ മുക്ത കളയവരം. അവസാന നിമിഷം എന്നെ സ്മരിക്കുന്നവര് ശരീരം ത്യജിക്കുമ്പോൾ എന്നെ പ്രാപിക്കും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇപ്പൊ ചിലവര് ചിന്തിക്കും, ഇപ്പോ അവസാന നിമിഷം ഭഗവാനെ ഓർത്താൽ മതിയല്ലോ. അപ്പോ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാം. അപ്പൊ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് അവസാന നിമിഷമാകുമ്പോൾ നമുക്ക് ഭഗവാനെ സ്മരിക്കാം. അതിനുവേണ്ടിയുള്ള ഒരു വലിയ വലിയ തയ്യാറെടുപ്പുകൾ നടത്തും. ഇപ്പൊ വൃന്ദാവനത്തിൽ വീട് വെച്ചിടും, അല്ലെങ്കിൽ മായാപൂര് വീട് വെച്ചിടും, അവസാന നിമിഷം ഒന്ന് താമസിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെ വിദേശത്തൊക്കെ കടന്ന് കഷ്ടപ്പെട്ട് ഉള്ള ആരോഗ്യം മുഴുവൻ എല്ലാവർക്കും വേണ്ടി നശിപ്പിച്ചതിന് ശേഷം പിന്നെ ഒന്നിനും കൊള്ളാണ്ടാവുമ്പോ അവര് ഈ ഡാമിൽ വന്നിട്ട് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തി. അങ്ങനെ അവസാനം ഇപ്പൊ വിദേശത്ത് നിന്ന് ചവിട്ടി പുറത്താക്കുമ്പോൾ ഇനി വിസ റിന്യൂ ചെയ്യില്ല എന്നുള്ളൊരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവര് പിന്നെ ശരി, ഇപ്പൊ വേറെ എവിടേക്കും പോകാനില്ല, എന്നാലും ഡാമിലേക്ക് വരാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഡാമില് വരും. ഇപ്പൊ ഡാമില് വന്നിട്ട് അവർക്ക് അപ്പോഴത്തേക്കും പിന്നെ ഓരോ അസുഖങ്ങളൊക്കെ അവർക്ക് നേരത്തെ തന്നെ തുടങ്ങി വെച്ചിട്ടുണ്ടാവും, അസുഖങ്ങളെല്ലാം. പിന്നെ അസുഖങ്ങളെല്ലാം കൂടെ ഇദ്ദേഹത്തിനെ ആക്രമിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ ബന്ധുക്കൾ എന്ത് വിചാരിക്കും, ശരി നേരെ കൽക്കട്ടയ്ക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഡൽഹിക്ക് കൊണ്ടുപോകാം. അങ്ങനെ ഒരു ആംബുലൻസ് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനെ കൽക്കട്ടയ്ക്ക് അല്ലെങ്കിൽ ഡൽഹിക്ക് കൊണ്ടുപോകും. പോകുന്ന വഴിക്ക് ചിലപ്പോൾ വഴിക്ക് വെച്ച് മരിക്കും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ICUവിൽ കിടന്നിട്ട് മരിക്കും. അപ്പൊ ഈ സമയത്തൊന്നും ഇയാൾക്ക് ഈ ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ എന്ത് പറ്റി, അവർ നടത്തിയ തയ്യാറെടുപ്പുകളൊക്കെ വെറുതെ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, വഞ്ചകരിൽ വെച്ചിട്ട് വഞ്ചകനാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഭഗവാനെ വഞ്ചിക്കാനായിട്ടും സാധിക്കില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ കൃഷ്ണാവബോധം നമ്മൾ പരിശീലിക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവസാന നിമിഷം നമുക്ക് ഭഗവാനെ സ്മരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാതെ ജീവിതകാലം മുഴുവൻ അടിച്ചു പൊളിച്ചിട്ട് അവസാന നിമിഷം ഭഗവാനെ സ്മരിക്കാം എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വഞ്ചനയാണ്. ആ വഞ്ചനയെ ഭഗവാൻ ഒരിക്കലും പൊറുക്കില്ല. നമുക്കറിയാം ഏതൊക്കെ രീതിയിൽ ഭഗവാൻ ഈ വഞ്ചകരെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ജയദ്രഥൻ അർജുനൻ പറഞ്ഞല്ലോ, ഞാൻ ജയദ്രഥനെ വധിക്കും. അപ്പോ ജയദ്രഥൻ പല സ്ഥലത്തും ഒളിച്ചിരുന്നു. ജയദ്രഥനെ അവസാനം ഭഗവാൻ എന്ത് ചെയ്തു, ആ സൂര്യദേവനെ ചക്രം വെച്ചിട്ട് മറച്ചു പിടിച്ചിട്ട് ജയദ്രഥനെ പുറത്തു കൊണ്ടുവന്നിട്ട് അങ്ങനെ അർജുനനോട് പറഞ്ഞു, അത് ജയദ്രഥൻ വന്നിട്ടുണ്ട്, നീ വധിച്ചോ എന്ന് പറഞ്ഞു. അപ്പോ അതുപോലെ തന്നെ ഭീമസേനും ജരാസന്ധനുമായിട്ടുള്ള യുദ്ധത്തില് എങ്ങനെയാണ് ജരാസന്ധനെ വധിക്കേണ്ടത് എന്നുള്ള സൂത്രപ്പണി കാണിച്ചു കൊടുക്കുന്നത് അതും ഭഗവാൻ തന്നെയാണ്. പിന്നെ ഈ ഭീഷ്മദേവന്റെ അടുത്ത് നിന്നുള്ള 5 അമ്പുകള് ഭീഷ്മദേവൻ പാണ്ഡവരെ വധിക്കാനായിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ്. ദുര്യോധനൻ വാങ്ങിച്ചു കൊണ്ടുപോയി. കാരണം ഇത് അങ്ങയുടെ അടുത്തിരുന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. കാരണം ചിലപ്പോ രാത്രി പാണ്ഡവർ വന്നിട്ട് കരഞ്ഞു കഴിയുമ്പോ അങ്ങ് അതെടുത്ത് കൊടുത്തു എന്ന് വരും. അപ്പൊ അത് കാരണം അത് എന്റെ അടുത്തിരിക്കട്ടെ അവർ കൊണ്ടുപോയി. പക്ഷെ അർജുനൻ പോയിട്ട് യുദ്ധം അവസാനിച്ച ശേഷം രാത്രി പോയിട്ട് ദുര്യോധനായിട്ട് സ്നേഹ സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് ദുര്യോധനൻ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ട അർജുന, നിനക്ക് എന്ത് വേണിച്ചാൽ ഞാൻ തരാം, എന്റെ സഹോദരനാണ്. അപ്പൊ 5 അമ്പുകൾ തന്നേക്കാൻ പറഞ്ഞു. അതും വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അതും ഭഗവാന്റെ തന്നെ പണിയാണ്, അല്ലെ? അപ്പൊ അങ്ങനെ ഈ വഞ്ചകരെ വഞ്ചിക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് അത് ഭഗവാനോട് പോയി വേറെ ആർക്കും ഇല്ല. പിന്നെ തേജസ്വികളുടെ തേജസ് ഇപ്പൊ നമുക്കറിയാം, ഈ കൃഷ്ണഭക്തന്മാരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകം തിരിച്ചറിയാനായിട്ട് സാധിക്കും. എന്താണ്, അവരുടെ മുഖത്തൊരു പ്രത്യേക തേജസ് തന്നെ ഉണ്ടാവും. അവരുടെ ആ രൂപം, ഭാവം, ആ മുഖത്തുള്ള ആ വൈഷ്ണവ തിലകം, പിന്നെ കയ്യിൽ ജപമാല, അവരുടെ വസ്ത്രധാരണം, ഇതെല്ലാം കൂടെ തന്നെ അവർക്കൊരു പ്രത്യേക തേജസ്സാണ്. അപ്പൊ ആ തേജസ്സും ഭഗവാൻ തന്നെയാണ്. പിന്നെ വിജയികളുടെ വിജയം, ഏതൊരു കാര്യത്തിനും അത് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് ഭഗവാന്റെ സഹായം കൂടിയേ മതിയാകുള്ളൂ. ചൈതന്യ ചരിതാമത്തിൽ പറയുന്നുണ്ട്, കഥാഞ്ജന സ്മൃതേസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം എന്ന് പറയുന്നുണ്ട്.
നമ്മളെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അത് എത്ര പ്രയാസപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അത് സുഖരം ഭവേത്, അത് വളരെ സുഖകരമായിട്ട് തീരും. അതേസമയം നമ്മൾ ഭഗവാനെ സ്മരിക്കാതെ ഇത് എന്റെ കഴിവുകൊണ്ടാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എത്ര എളുപ്പമായിട്ടുള്ള കാര്യം പോലും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തീരും എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ വിജയികളുടെ വിജയം എന്ന് പറയുന്നത് അതും ഭഗവാൻ തന്നെയാണ്. പിന്നെ ശക്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കരുത്ത്, ഭഗവാനെ പോലെ കരുത്ത് വേറെ ആർക്കും വലിയ വലിയ അസുരന്മാരെയൊക്കെ വളരെ നിഷ്പ്രയാസം ഒരു ആയുധങ്ങളും ഇല്ലാതെ ഭഗവാൻ ഹനിച്ചു കളഞ്ഞു അല്ലെ. അതുപോലെ തന്നെ ഇത്രയും കിലോമീറ്ററുകളോളം വലിപ്പമുള്ള ഗോവർദ്ധന പർവ്വതത്തിനെ അത് ഒരു ചെറുവിരലുകൊണ്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് 7 പകലും 7 രാത്രിയും നിന്നു. ഇതൊന്നും സാധാരണക്കാർക്ക് സാധിക്കുന്ന കാര്യമല്ല. പൂതനെ പോലത്തെ ഒരു രാക്ഷസയെ മുല കുടിക്കുന്ന പ്രായത്തിൽ വധിക്കുക, അതുപോലെ തന്നെ തൃണാസുരൻ, ബകാസുരൻ, അകാസുരൻ ഇങ്ങനെയുള്ള അസുരന്മാരെയൊക്കെ വധിക്കുക, ഇതെല്ലാം തന്നെ എന്താ കാണിക്കുന്നത്? ഭഗവാന്റെ ആ ശക്തി കാണിക്കുന്നത്. അപ്പോ ശക്തരിലുള്ള ശക്തി അതും ഭഗവാൻ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. ഒരു ശ്ലോകം കൂടി വായിച്ചു തീർക്കാം. നീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസഃ കവീനാം കുശനാ കവിഃ. കൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസഃ കവീനാം കുശനാ കവിഃ. കൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാം അപ്യഹം വ്യാസഃ കവീനാം കുശനാ കവിഃ. ഓം നമോ ഭഗവതി വസുദേവാസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാം അപ്യഹം വ്യാസ കവീനാം കുശാന കവിഃ. ഹരേ കൃഷ്ണ. വൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാം അപ്യഹം വ്യാസഃ കവീനാം വശനാം കവിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണീനാം വാസുദേവോസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവീനാം ഉശനാം കവി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. കൃഷ്ണീനാം വാസുദേവാസ്മി പാണ്ഡവാനാം ധനഞ്ജയഃ മുനീനാമപ്യഹം വ്യാസ കവീനാമുശാന കവീം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണീനാം വാസുദേവാസ്മി പാണ്ഡവാനാം ധനഞ്ജയ മുനീനാമപ്യഹം വ്യാസ കവീനാമുശനാ കവി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീലപ്രഭുവാരുടെ വിവർത്തനം ഭാവാർത്ഥം. വൃഷ്ണീനാം, വൃഷ്ണികുലത്തിൽ, വാസുദേവനും, പാണ്ഡവാനാം, പാണ്ഡവരിൽ, ധനഞ്ജയ, അർജുനനും, മുനീനാം, മുനികളിൽ വെച്ച്, വ്യാസനും, കവീനാം, ചിന്തകരിൽ വെച്ച്, ഉശനസ് എന്ന കവിയും, അഹം അസ്മി, ഞാനാകുന്നു. വൃഷ്ണികുലത്തിൽ വാസുദേവനും, പാണ്ഡവരിൽ അർജുനനും, മുനികളിൽ വെച്ച് വ്യാസനും, ചിന്തകരിൽ വെച്ച് ഉശനസ് എന്ന കവിയും ഞാനാകുന്നു. ആദ്യം തന്നെ പറയുന്നത് എന്താണ്? വാസുദേവൻ എന്ന് പറഞ്ഞ ആരാണ്? വസുദേവരുടെ പുത്രൻ. ഇപ്പൊ വസുദേവരുടെ പുത്രന്മാരെല്ലാവരും തന്നെ വാസുദേവന്മാരാണ് അല്ലെ. അപ്പോ ഇവിടെ എന്താണ് വാസുദേവൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇപ്പൊ നമുക്കറിയാം, ആദിപുരുഷൻ ഭഗവാൻ കൃഷ്ണനാണ്. ആ കൃഷ്ണന്റെ സ്വാംശം ആണ് ബലരാമൻ, അടുത്ത വിസ്തരണം. അദ്ദേഹം ഉണ്ടാകുന്നതും എവിടെ നിന്നാണ്? അദ്ദേഹം ഉണ്ടാകുന്നതും വസുദേവരിൽ നിന്ന് തന്നെയാണ്. വസുദേവർക്ക് രോഹിണിയിൽ ഉണ്ടാകുന്ന പുത്രനാണ് ബലരാമൻ. അദ്ദേഹം വസുദേവ പുത്രനാണ്, വാസുദേവനാണ്. അപ്പൊ ബലരാമനിൽ നിന്ന് പിന്നെ വീണ്ടും ചതുർവ്യൂഹം, ആദ്യത്തെ ചതുർവ്യൂഹം വാസുദേവൻ, സംഘർഷണൻ, അനിരുദ്ധൻ, പ്രദ്യുമ്നൻ ഉണ്ടാകുന്നു. പിന്നെ സംഘർഷണയിൽ നിന്ന് നാരായണൻ ഉണ്ടാകുന്നു. നാരായണനിൽ നിന്ന് പിന്നെ രണ്ടാമത്തെ ചതുർവ്യൂഹം വാസുദേവൻ, സംഘർഷണൻ,
അനിരുദ്ധൻ, പ്രദ്യുമ്നൻ. അങ്ങനെ സംഘർഷണയിൽ നിന്ന് വീണ്ടും കാരണോദക്ഷായി വിഷ്ണു. അപ്പൊ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദിമപുരുഷനായിട്ടുള്ള ഭഗവാനിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്ന ബലരാമനാണ്. പിന്നെ ആദ്യത്തെ ചതുർവ്യൂഹത്തില് സംഘർഷണം വരുന്നുണ്ട്. ആ സംഘർഷനും ബലരാമൻ തന്നെയാണ്. ആ സംഘർഷനിൽ നിന്നാണ് നാരായണൻ വരുന്നത്. പിന്നെ നാരായണനിൽ നിന്ന് വീണ്ടും രണ്ടാമത്തെ ചതുർവ്യൂഹം വരുന്നു. അതിലും ഉണ്ട് സംഘർഷണൻ അല്ലെങ്കിൽ ബലരാമൻ. അപ്പോ ബലരാമന്റെ ആ പ്രാമുഖ്യം അതാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ ശ്ലോകത്തിൽ പറയുന്ന കൃഷ്ണനാം വാസുദേവ എന്ന് പറയുന്ന ആ വാസുദേവൻ ബലരാമനാണ്. ഇത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചു? ശ്രീല പ്രഭുവാരുടെ വിവർത്തനത്തിനും ഭാവാർത്ഥത്തിനും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഒരു ആചാര്യന്റെ പ്രാമുഖ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ നമ്മളെന്ത് വിചാരിക്കും? വാസുദേവൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ് എന്ന് വിചാരിക്കും. അങ്ങനെയല്ല. ഈ ശ്ലോകത്തിൽ പറയുന്ന വാസുദേവൻ ബലരാമനാണ്. കൃഷ്ണനും ബലരാമനും വസുദേവ പുത്രന്മാരാണ്. വസുദേവർക്ക് 16 പത്നിമാരുണ്ടായിരുന്നു. അതിൽ ദേവകിയുടെ പുത്രൻ കൃഷ്ണനും രോഹിണിയുടെ പുത്രൻ ബലരാമനും. അപ്പൊ രണ്ടുപേരും വാസുദേവന്മാരാണ്. കൃഷ്ണൻ ശ്രീലപ്രഭുവാർ പറയുന്നു, വൃന്ദാവനം വിട്ട് എവിടെയും പോകാറില്ല. വൃന്ദാവനം പരിത്യജ പദം ഏകം ന ഗച്ഛതി എന്ന് പറയുന്നുണ്ട്. ഭഗവാൻ വൃന്ദാവനം ഉപേക്ഷിച്ചിട്ട് വേറെ ഒരു സ്ഥലത്തേക്കും ഒരു പദം പോലും എടുത്തു വെക്കുന്നില്ല, ഒരു കാല് പോലും എടുത്തു വെക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ വേറെ എവിടെയെങ്കിലും ഭഗവാൻ കൃഷ്ണൻ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അതെല്ലാം തന്നെ യഥാർത്ഥത്തിലുള്ള ആദിമകൃഷ്ണനായിട്ടുള്ള കൃഷ്ണന്റെ രൂപവിസ്തരണങ്ങളാണ്. ഉദാഹരണത്തിന് ദ്വാരകയിലെ കൃഷ്ണൻ ഉണ്ടായിരുന്നു, അതെല്ലാം തന്നെ ഭഗവാന്റെ രൂപവിസ്തരണങ്ങളാണ്. യഥാർത്ഥത്തിലുള്ള കൃഷ്ണൻ എപ്പോഴും വൃന്ദാവനത്തിൽ തന്നെയാണ്. അപ്പോ ആദിമപുരുഷനായിട്ടുള്ള കൃഷ്ണനിൽ നിന്ന് ആദ്യമായിട്ട് ആവിർഭവിക്കുന്നതാണ് ബലരാമൻ. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ പറയുന്ന വാസുദേവൻ അത് ബലരാമനാണ് എന്ന് ശ്രീലപ്രഭുവാര് പറയുന്നത്. പിന്നെ കൃഷ്ണന്റെ ഏറ്റവും തൊട്ടടുത്ത രൂപവിസ്തരണമാകുന്നതുകൊണ്ട് അദ്ദേഹം ഭഗവാനിൽ നിന്ന് ഭിന്നനുമല്ല, അദ്ദേഹം ഭഗവാന്റെ തന്നെ സ്വാംശമാണ്. പിന്നെ എല്ലാ അവതാരണങ്ങളുടെയും ആദ്യ മൂലമാണ് ബലരാമൻ, അതായത് വാസുദേവന്റെ തന്നെ സ്രോതസ്. അതുകൊണ്ടാണ് ബലരാമന് ഇവിടത്തെയും പ്രാമുഖ്യം കൊടുത്തിരിക്കുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? പാണ്ഡവാനാം ധനഞ്ജയ. പാണ്ഡവരിൽ വെച്ചിട്ട് അർജുനൻ, ധനഞ്ജയൻ അതും ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. അപ്പോ അർജുനൻ ഭഗവാനാണ് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നു? അതിന്റെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമില്ല. കാരണം അർജുനന് എല്ലാം അറിയാം. പക്ഷെ എന്തുകൊണ്ടാണ് അർജുനൻ ഒരു അജ്ഞനെ പോലെ നിന്ന് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അത് നമുക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമുക്കത് അറിയില്ല. അപ്പൊ നമ്മളുടെ അറിവിന് വേണ്ടിയിട്ടാണ് അർജുനൻ ഓരോരോ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുന്നത്. അർജുനൻ അങ്ങനെ ചോദിച്ചില്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇപ്പൊ ഈ ഭഗവത്ഗീത ലഭിക്കുമായിരുന്നില്ല. അപ്പോ ഭഗവാൻ തന്നെ അർജുനനായിട്ട് വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ട് ഭഗവാൻ അർജുനന് ഗീതോപദേശം നൽകുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് എന്താണ്? മുനീനാം വ്യാസഹ. വൈദിക വിജ്ഞാനത്തില് വേണ്ടത്ര പാണ്ഡിത്യം നേടിയിട്ടുള്ള മഹർഷിയാണ് വേദവ്യാസ മഹർഷി. 4 വേദങ്ങള്, സാമവേദം, അഥർവേദം, ഋഗ്വേദം, യജുർവേദം, പിന്നെ മഹാഭാരതം, 18 പുരാണങ്ങള്, ശ്രീമദ് ഭാഗവതം, വേദാന്ത സൂത്രം, ഇതെല്ലാം തന്നെ രചിച്ചത് വേദവ്യാസനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്നുള്ള ആ പേര് തന്നെ കിട്ടിയത്. അദ്ദേഹത്തിന്റെ വേറൊരു പേരാണ് കൃഷ്ണ ദ്വൈപായന വ്യാസൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പേര് വന്നത്? അദ്ദേഹം പരാശര മഹർഷിയുടെ പുത്രനായിട്ട് സത്യവതി എന്ന മുക്കുവ സ്ത്രീയിലാണ് ജന്മമെടുക്കുന്നത്. അപ്പൊ ഒരു ദ്വീപിൽ വെച്ചിട്ടാണ് അവർ തമ്മിൽ സന്ധിക്കുന്നതും അങ്ങനെ ഈ വ്യാസദേവന്റെ ആവിർഭാവം. അപ്പൊ അതുകൊണ്ടാണ് ഈ ദ്വീപിൽ വെച്ചുണ്ടായതുകൊണ്ടാണ് ദ്വൈപായനം എന്നുള്ള ആ പേര് വന്നത്. ദ്വൈപായന വ്യാസനായി ഭഗവാന്റെ തന്നെ ശക്തിയാവേശ അവതാരമാണ്. അതുപോലെ തന്നെ ധൃതരാഷ്ട്രര്, പാണ്ഡു, വിതുരര് ഇവരുടെ എല്ലാം തന്നെ പിതാവാണ്, മഹാമുനിയാണ്.
അതുപോലെ തന്നെ ശ്രീ ശുക ബ്രഹ്മർഷിയുടെയും പിതാവാണ്. അപ്പോൾ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു വൈദിക വിജ്ഞാനത്തിലെ പാണ്ഡിത്യം ഉള്ള വ്യക്തിയാണ് വ്യാസദേവൻ. ആ വ്യാസദേവനും ഭഗവാനും തമ്മിൽ വ്യത്യാസമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. പിന്നെ പറയുന്നത് കവീനാം ഉശന കവിഹി. കവി എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നവരിൽ. പലരും കവിതകളൊക്കെ രചിക്കും, പക്ഷെ എല്ലാവരും അത് ചിന്തിച്ചുകൊണ്ടായിരിക്കില്ല കവിത രചിക്കുന്നത്. പക്ഷെ ഇപ്പൊ ചിന്തിച്ചുകൊണ്ട് ചിന്തകരിൽ വെച്ചിട്ട് പ്രാമുഖ്യം ഇവിടെ ആർക്കാണെന്നാ പറയുന്നത്? ഉശനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ വേറൊരു പേരാണ് ഉശനസ്. അപ്പൊ അതും ഭഗവാൻ തന്നെയാണെന്നാ പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം ഭഗവാൻ വാമനദേവനായിട്ട് അവതരിച്ചിട്ട് ബലി മഹാരാജാവിന്റെ ആ യജ്ഞവേദിയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ആർക്കും തന്നെ മനസ്സിലായിട്ടില്ല ഭഗവാനാണെന്ന്. കാരണം ഒരു ബ്രാഹ്മണ ബാലൻ കൗവ്യനും മാത്രം എടുത്തുകൊണ്ട് വരുന്നു. ആര് ചിന്തിക്കും അത് ഭഗവാനാണെന്നുള്ളത്? പക്ഷെ ശുക്രാചാര്യർ ചിന്തിച്ചു, ഇതൊരു സാധാരണ ബാലനല്ലല്ലോ. ഉടനെ അദ്ദേഹം തന്നെ ചിന്തിച്ചുകൊണ്ട് കൺക്ലൂഷനിലെത്തി ഇത് ഭഗവാൻ തന്നെയാണ്. ഉടനെ തന്നെ ബലി മഹാരാജന് പറയുകയും ചെയ്തു, ഈ വരുന്ന ബാലൻ സാധാരണ ബ്രാഹ്മണ ബാലൻ അല്ല, ഇത് സ്വയം വിഷ്ണു ഭഗവാൻ തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ടുള്ള ആ കഴിവ് ഈ ശുക്രാചാര്യർക്ക് മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ചിന്തകരിൽ വെച്ചിട്ട് ശുക്രാചാര്യൻ ഉശനസാണ് ഞാൻ പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഗ്രന്ഥരാശ്രമ ഭഗവത്ഗീത की जय, श्रीला प्रभुपाद की जय, गुरु महाराज की जय, निताय गौर प्रेमानंदे हरे हरे. ആർക്കേനും എന്തേനും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചിട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇപ്പൊ പറഞ്ഞില്ലേ ഈ അർജുനൻ ഭഗവാനാണെന്നുള്ളത്. അപ്പൊ മനുഷ്യർക്ക് വേണ്ടി ആണ് ഇങ്ങനെയായി ഭഗവാൻ അർജുനന് ഇത് ഗീത ഉപദേശിച്ചു കൊടുത്തതെന്ന്. അപ്പൊ അതിപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ അർജുനൻ ഭഗവാനായിരുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, സ്വയം ഭഗവാൻ തന്നെയാണ് പറയുന്നത്. പാണ്ഡവാനാം ധനഞ്ജയ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ് പറയുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഈ ഗായത്രി മന്ത്രത്തിനെ കുറിച്ച്, അപ്പൊ ആ ഗായത്രി മന്ത്രം 3 സന്ധ്യ എന്ന് പറയുന്നത് എത്ര മണിക്കാവും? അത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, പിന്നെ ഉച്ചയ്ക്ക്, അതായത് നേരെ മധ്യാഹ്നം എന്ന് പറയുന്നത് 12 മണി സമയം, പിന്നെ സന്ധ്യക്ക് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്. അതിന് ഈ അസ്തമിച്ചതിന് ശേഷം പറഞ്ഞുവിടാ അതല്ലേ? അസ്തമിച്ചതിന് ശേഷം പറഞ്ഞുവിടാം. അസ്തമയ സമയത്ത് വേണം പറയാനായിട്ട്. ഈ 12 മണി എന്ന് പറഞ്ഞത് ഒരു ഹനുമാൻ സ്വാമി ജപിക്കുന്ന സമയമാണെന്ന് പറയും. അന്നേരം ഒന്നും പറഞ്ഞുവിടാന്ന് പറയും. നമ്മളാരും എപ്പോഴും പറയാറുണ്ട്. വെറുതെ അല്ലേ? പിന്നെ ഈ സൂര്യ ഈ ശരിക്കും ഗായത്രി ഒരുപാടുണ്ടല്ലോ, ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും ഗായത്രികളുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ നമ്മൾ പൊതുവെ ചെല്ലുന്നത് സൂര്യ ഗായത്രി അല്ലേ പറയുന്നത്, ഓം ഫൂ ബൂർസ. അപ്പൊ ആ മന്ത്രം തന്നെയല്ലേ പറയാമെന്ന് പറയുന്നത്? അല്ല, നമ്മൾ ദീക്ഷ എടുക്കുന്ന സമയത്ത് ഗുരു വേറെ ചില മന്ത്രങ്ങളോട് അതിന്റെ കൂടെ തരും. ഇത് ഈ പറയുന്ന മന്ത്രം നമുക്ക് 3 പറയാമല്ലോ അല്ലേ? പക്ഷെ അത് നമ്മള് ഈ ബ്രാഹ്മണ ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പറയാൻ പാടുള്ളൂ, അല്ലാതെ എല്ലാവരും ജപിക്കാൻ പാടില്ല. ശരി 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 പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ സമയമായിരിക്കണോ? പ്രഭുജിയോട് ആദരപൂർവ്വം